നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടത്തുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരു മലയോര സമര യാത്രയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു യാത്ര ഇപ്പോൾ നടക്കുന്നുണ്ട്. ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? എന്നാൽ അങ്ങനെ ഒരു യാത്രയുണ്ട് കേട്ടോ. ആ യാത്ര ഭയങ്കര രസകരമാണ്. ഈ മലയോര മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമെന്ന് പറയുന്നത് വയനാടാണല്ലോ. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. കാരണം പ്രിയങ്ക ഗാന്ധി MP ആയി നിൽക്കുന്ന പ്രദേശം കൂടിയാണല്ലോ. നമ്മൾ ഈ യാത്രയെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ ആകെ 4-3-7 പേരാണ് പലയിടങ്ങളിലും ഈ യാത്രയുടെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയൊന്നും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും ആ പരിപാടി ഏകദേശം കൈവിട്ട കണക്കാണ്. സംസ്ഥാനത്തിൻ്റെ കാലങ്ങളായുള്ള വനസംരക്ഷണ നിയമ ഭേദഗതി ആവശ്യം പോലും ഉന്നയിക്കാതെയാണ് സമരയാത്ര. അതിനിടയിലാണ് ഇതിൻ്റെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം സുധാകരൻ തന്നെ യാത്ര പൊളിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഉദ്ഘാടന വേദിയിൽ തന്നെ പറഞ്ഞു, ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്തും വന്യമൃഗ ആക്രമണം ഉണ്ടായിരുന്നു, കുറേ ശ്രമിച്ചു, ഒന്നും നടന്നില്ല, അവസാനം ഞാൻ ആ പണി ഇട്ടിട്ട് പോയി എന്ന് സുധാകരൻ പറയുകയുണ്ടായി. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ യാത്രയുടെ ഒന്നാമത്തെ ഉദ്ദേശം പൊളിഞ്ഞു. രണ്ടാമത്തെ ദിവസം പ്രിയങ്ക ഗാന്ധി അടുത്ത ആപ്പ് വെച്ചു. പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ഈ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിൽ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞു. അതാണ് ഈ മലയോരവാസികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. അപ്പോൾ അത് ആവശ്യപ്പെടില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറയുമ്പോൾ ഇനി സതീശൻ യാത്ര നടത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, മലയോരത്തോടെയുള്ള നല്ല റോഡുകളിലൂടെയൊക്കെ യാത്ര നടത്തുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് പ്രതിപക്ഷത്തിന് ഏതായാലും ആ യാത്രയിൽ കിട്ടുകയും ചെയ്യും. അനൂപാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം മലയോര സംരക്ഷണ യാത്രയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. അനൂപ്, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ നാട്ടുകാർ ഈ മലയോര സംരക്ഷണ യാത്രയോട് ചെയ്യുന്നത് വളരെ മോശമാണ് കേട്ടോ. ഇത്രയധികം ആവശ്യങ്ങൾ ഉന്നയിച്ചു വന്നിട്ട് ആരും കേൾക്കാൻ പോലും എത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ശരിയായ നടപടിയാണോ അനൂപേ? മനു, അത് മറ്റാരും ഉണ്ടാക്കിയതല്ല. കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു യാത്രയാണ് ഇപ്പോൾ മലയോര മേഖലയിലൂടെ കടന്നു പോകുന്നത്. പ്രധാനമായും ആദ്യം ഈ യാത്ര ആരംഭിച്ചപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പുതിയതല്ല, അത് പരിഹാരം സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് എന്നതായിരുന്നു സുധാകരൻ KPCC അധ്യക്ഷന്റെ ഈ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം. അത് ആ വിധത്തിൽ അന്ന് തന്നെ തളർന്നുപോയ ഈ യാത്ര പിന്നീട് വയനാട് എത്തിയപ്പോൾ കണ്ടത് പ്രിയങ്ക ഗാന്ധി ഈ യാത്രയിൽ മേപ്പാടിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ അവരും ഇക്കാര്യങ്ങളിൽ ഒരു നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ തന്നെ സംയുക്തമായി പാസാക്കിയ ഒരു പ്രമേയത്തിന്റെ ആവശ്യകതയെക്കുറിച്ചോ അത് മുൻനിർത്തിയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആവശ്യമോ ഈ ജാഥയിൽ ഉന്നയിച്ചില്ല എന്നത് മാത്രമല്ല, നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നിയമ ഭേദഗതിക്ക് തനിക്ക് ആ വിധത്തിൽ താൻ അതിനിടപെടില്ല, എന്നാൽ അതിനാവശ്യമായ ഫണ്ടുകൾ ലഭ്യമാക്കാനാണ് താൻ ആവശ്യപ്പെടുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. ഏതായാലും ഈ മലയോര മേഖലകളിലെ ജനവാസ മേഖലകളിലെല്ലാം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ ഈ വന്യമൃഗശല്യം, അനുദിനം വർദ്ധിക്കുന്ന വന്യമൃഗ ശല്യത്തിന്റെ ഒരു പ്രധാന പരിഹാര മാർഗം ഇത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ വിധത്തിൽ നിലനിൽക്കുന്ന കേന്ദ്ര നിയമങ്ങളുടെ ഭേദഗതിയാണ്. സംസ്ഥാനത്തിന് വലിയ പരിമിതിയുള്ള ഈ വിഷയങ്ങളിൽ ഒരു സമ്മർദ്ദമാകേണ്ടത് ഏതായാലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധി, ഈ മണ്ഡലത്തെ പ്രതിനിധിക്കുന്ന ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരാണ്. പ്രത്യേകിച്ച് UDF MP മാരെല്ലാം ഈ നമുക്കറിയാം ഏത് വിധത്തിലാണ് പാർലമെന്റിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന്. അത്തരത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടാവേണ്ട ഒരു സാഹചര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഏതായാലും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. നിയമ ഭേദഗതി അല്ല പ്രാഥമിക ആവശ്യം എന്നവർ പറഞ്ഞു. എന്നാൽ ഇതിൽ സങ്കീർണമായ പ്രശ്നമാണ്, ഇത് പെട്ടെന്ന് ഒരു പരിഹരിക്കേണ്ട വിഷയം അല്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പരിഹരിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ പരിഹരിക്കാൻ ആ വിധത്തിൽ സാധ്യത വളരെ കുറവായ വലിയ ഒരു പ്രശ്നമാണ്, സങ്കീർണതയേറിയ ഒരു വിഷയമാണെന്നാണ് അവരുടെ പ്രതികരണം. ഏതായാലും ആ സങ്കീർണതയേറിയ പ്രതികരണം എന്ന് അല്ലെങ്കിൽ സങ്കീർണതയേറിയ ഒരു പരിഹാരം എന്ന് അവർ വിലയിരുത്തിയ ഈ പ്രശ്നം UDF അധികാരത്തിലെത്തിയാൽ ഉടൻ പരിഹരിക്കും എന്നാണ് VD സതീശൻ ഈ മലയോര ജാഥയിൽ പ്രസംഗിച്ചത്. മലയോര സമര യാത്രയിൽ പലയിടത്തും സംസാരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇതൊക്കെ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണല്ലോ വണ്ടിക്കകത്തുള്ളത്. അതെ, ഇതൊരു ഈ വലിയ ആഘോഷമായി അല്ലെങ്കിൽ വലിയ ആ വിധത്തിൽ ഈ ഒരുപക്ഷെ ഈ വിധത്തിൽ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നത്. ആ വിധത്തിൽ ഒരു പ്രതികരണം ലഭിക്കുമെന്നായിരിക്കും ആ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത്. എന്നാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ഈ യാത്രയെ തള്ളിക്കളയുന്ന ഒരു നിലപാട് പൊതുവിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണേണ്ടി വരും. പലയിടത്തും ചില കോർണർ യോഗങ്ങൾ മാത്രമായി അത് മാറി. പ്രിയങ്ക ഗാന്ധി മേപ്പാടിയിൽ പങ്കെടുത്ത പരിപാടിയിൽ പോലും വലിയ രീതിയിൽ ആളെ എത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ചില സമീപനങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കൾ. അല്ലാതെ എന്താണ് ഈ മുസ്ലിം ലീഗിന് ഇതിലൊരു പ്രശ്നം ഉണ്ടായത് എവിടെയാണ് അനൂപ്? അങ്ങനെ ഒരു വാർത്ത കേട്ടിരുന്നത്, അതായത്
ഈ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളെയൊന്നും ജാഥയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. സംസ്ഥാന നേതാക്കളാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതിയെന്ന നിലപാട് സതീശൻ എടുത്തുനിന്ന് കേട്ടു. ലീഗിന് അതിൽ അതൃപ്തിയുണ്ടോ, അതോ പതിവ് പോലെ നൊമ്പരം കടിച്ചമർത്തുകയാണോ? അതൃപ്തി നല്ല രീതിയിലുമുണ്ട്. നേതാക്കൾ തമ്മിൽ അത് ആ, സംബന്ധിച്ച് ആശയവിനിമയം നടത്തുകയും വി.ഡി. സതീശന്റെ ഈ നിലപാടിൽ അവർ പ്രതിഷേധം രേഖപ്പെടുത്തുകയെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഉം. പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് മറ്റും പോകേണ്ട എന്നാണ് അവർ പറയുന്നത്. ഏതായാലും മീനങ്ങാടിയിൽ നടന്ന ആദ്യ യോഗത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് ഈ മുസ്ലിം ലീഗ് നേതാക്കളെ സംസാരിക്കാൻ വിളിച്ച സമയത്ത് അവിടെ ഈ പി ഇസ്മായിലായിരുന്നു. അദ്ദേഹം യൂത്ത് ലീഗിന്റെ ഒരു സംസ്ഥാന നേതാവൊക്കെയാണ്. അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം സംസാരിക്കാനായി എഴുന്നേറ്റു. അപ്പോൾ വി.ഡി. സതീശൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ലീഗിന്റെ സംസ്ഥാന നേതാവാണോ ഇയാൾ സംസാരിക്കാൻ വരുന്നയാൾ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യൂത്ത് ലീഗിന്റെ നേതാവാണ്, എന്നാൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. ആ വേദിയിൽ യൂത്ത് ലീഗിന്റെ എന്ന് മാത്രമല്ല UDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ ഒന്നും പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്നില്ല. ചില പ്രാദേശിക നേതാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വി.ഡി. ഉം. സതീശനെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഏതായാലും അതാണ് അല്ല, അടുത്ത അത് നിലപാടിലേക്ക് പറഞ്ഞപ്പോഴേ പോകാൻ നിങ്ങൾ കാരണം. സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരും നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയ്ക്കകത്ത് സുകുമാരൻ ഒരു പോലീസുകാരനോട് പറയുന്ന ഡയലോഗില്ലേ, മിനിമം ഒരു CI കുറഞ്ഞൊരു ഉദ്യോഗസ്ഥനോട് ഞാൻ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു, സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ. അതേ നിലപാട് തന്നെ മേപ്പാടിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിക്കും ഉണ്ടായി. അതായത് ആ, അവിടെ ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ ടി സിദ്ദീഖും ഒക്കെ അവിടേക്ക് വേദിയിലേക്ക് കയറി വന്നത്. അദ്ദേഹം ഒരു ഉം. 2 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹത്തോട് സംസാരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ടി സിദ്ദീഖ് ആ വേദി കൈയടക്കുകയായിരുന്നു. അതെല്ലാം ഉം. ലീഗിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. ലീഗ് നേതാക്കൾ ഈ ടി സിദ്ദീഖ് സ്റ്റേജിലേക്ക് എത്തിയതോടുകൂടി പിൻവലിഞ്ഞു പോകുന്ന കാഴ്ചയും നാം കണ്ടു. ഇതെല്ലാം പൊതുവിൽ ആ യാത്രയിൽ സംഭവിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര 8ഓളം നിയമങ്ങൾ ഈ വന്യമൃഗശല്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ കുരുക്കിലാക്കുന്നുണ്ട്. സംസ്ഥാനത്തിന് പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാര നടപടികളിലേക്ക് കടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒരു ജനവാസ മേഖലയിൽ വന്യമൃഗം ഇറങ്ങുമ്പോൾ അത് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ സംബന്ധിച്ചെല്ലാം കർശനമായ ഉപാധികളും വ്യവസ്ഥകളും എല്ലാം കേന്ദ്ര നിയമത്തിലുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര വന സംരക്ഷണ നിയമത്തിലും വന്യമൃഗ സംരക്ഷണ നിയമത്തിലും എല്ലാം ഉണ്ട്. ഇതിലെ അനു, എന്നെ ഭേദഗതി അത്ഭുതപ്പെടുത്തിയത് വലിയ അതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അനിവാര്യമായിട്ടുള്ള ഈ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. പലവട്ടം അതിപ്പോൾ നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും അതാണ് അവരുടെ അവസ്ഥ. കേന്ദ്ര നിയമമാണല്ലോ, അത് എല്ലായിടത്തും അതല്ലേ ബാധകം. അത് കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി സർക്കാരാണ്. അതിന് 5 തവണ അതിൽ കർശനമായ ഭേദഗതികൾ വരുത്തിയത് പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകളാണ്. 2 വട്ടം മോദി, ഒരു വട്ടം വാജ്പേയി സർക്കാരും ഒരു വട്ടം മോദി സർക്കാരും കൊണ്ടുവന്നു. ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് ജോൺ ബ്രിട്ടാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഉന്നയിച്ചു. ക്ഷുദ്രജീവി, ഈ പറയുന്ന ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന്. ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും അതിനെ പിന്തുണച്ചില്ല അന്ന് രാജ്യസഭയിൽ. അതേ നിലപാടാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ വയനാട്ടിൽ പറഞ്ഞത്, ഞാൻ ഈ നിയമം ഭേദഗതി ചെയ്യാൻ ആവശ്യപ്പെടില്ല എന്ന്. ഇത് പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെ മലയോര സംരക്ഷണ യാത്ര നടക്കും? ഇവർ യഥാർത്ഥത്തിൽ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അത് തന്നെയാണ് മനു ഏറ്റവും പ്രസക്തമായ കാര്യം. അതോടൊപ്പം മാത്രമല്ല ഈ നമ്മൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ ആ, ഒരു സംയുക്ത, അതായത് ഇത് വയനാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലോ മലയോര മേഖലകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു വിഷയമല്ല. ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം നടക്കുന്നത് കർണാടകയുടെ അതിർത്തി മേഖലകളിലായിട്ടുള്ള വനയോര മേഖലകളിലെല്ലാം തന്നെ. ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ വനയോര പ്രദേശങ്ങളിൽ, തമിഴ്നാട്ടിലാകട്ടെ മുതുമല ടൈഗർ റിസർവിന്റെ അതുപോലെ തന്നെ നാഗർഹോള വനമേഖലയുടെ വനയോര പ്രദേശങ്ങളിലെല്ലാം അതിരൂക്ഷമായി തുടരുകയാണ് ഈ വന്യമൃഗശല്യം. അതൊരു ഒരു പാരിസ്ഥിതിക വിഷയം എന്ന രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് ഈ നീലഗിരി ബയോസ്ഫിയറിന്റെ ഈ മേഖലകളിൽ വലിയ അതിരൂക്ഷമായി നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിൽ പാരിസ്ഥിതികമായ കാരണങ്ങളുണ്ട്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ കാരണങ്ങളുണ്ട്. അത് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രം പരിഹരിക്കാവുന്ന വിഷയമല്ല. ഒരു ബൃഹത്തായ ഒരു പരിഹാര മാർഗ ഒരു സാധ്യതകൾ, അത് അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രായോഗികമായ നടപ്പാക്കലുകൾ കൊണ്ടൊക്കെ വലിയ വിപുലമായി മാറ്റിയെടുക്കേണ്ട ഒരു 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 പാരിസ്ഥിതിക പ്രശ്നം കൂടിയാണിത്. ആ വിധത്തിൽ ആ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുക ഏതായാലും കേന്ദ്ര സർക്കാരിനാണ്. ഈ നിയമ ഭേദഗതികൾ കൊണ്ടാണ്, പ്രത്യേകിച്ച് വംശമർദ്ദനവും മൂലം വരുന്ന ആ മൃഗങ്ങളെ അതിന്റെ പെരുപ്പം നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ ആ വിധത്തിൽ ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങളിലെല്ലാം ക്രിയാത്മകവും കാര്യക്ഷമമായി ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഏതായാലും ആ ആവശ്യങ്ങളെല്ലാം മുൻനിർത്തി കേന്ദ്രവും സംസ്ഥാനവും അതോടൊപ്പം തന്നെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് ഒരു സംയുക്ത നീക്കം നടത്തിയിരുന്നു. ആ നീക്കത്തിന് കർണാടക സർക്കാരാണ് ഏറ്റവും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ബന്ദിപ്പൂരിൽ ആദ്യം ഒരു സംയുക്ത യോഗം, മന്ത്രിതല സംയുക്ത യോഗം എല്ലാം നടത്തിയിരുന്നു. എന്നാൽ അതിന്റെ തുടർച്ചകളില്ലാതെ അത് അവസാനിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കർണാടകയുടെ നിസ്സഹകരണമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് കർണാടകയിൽ
കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്ന് നാം ആലോചിക്കണം. ആ വിധത്തിൽ അവർക്കും ഈ വിഷയത്തിൽ ഒരു കാര്യമായ താല്പര്യമില്ലായിരുന്നു. പൊതുവിൽ സംസ്ഥാനമാണ് ഏറ്റവും ശക്തമായി ഈ കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആ വിധത്തിൽ വലിയ ദുരന്തം നാം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മേലൊരു തീരുമാനമെല്ലാം വൈകുന്നതും മറ്റും. ഏതായാലും ആ വിധത്തിൽ ഒരു ആവശ്യം ഈ മലയോര സമര ജാഥയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അദ്ദേഹം എവിടെയും ഈ കാര്യം പറയുന്നില്ല. ആ കാര്യങ്ങളിൽ നിന്ന് ഒരു കേന്ദ്ര നിയമ ഭേദഗതി എന്നൊരു ആവശ്യം പോലും ഇല്ലാതെ എങ്ങനെ ഈ സമരയാത്ര മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കൗതുകം. ഏതായാലും ആ വിധത്തിൽ പ്രിയങ്ക ഗാന്ധി തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പാർലമെന്റിൽ അവരുടെ സമീപനം ഇക്കാര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ കെ സുധാകരൻ ഇതൊരു പരിഹാരമില്ലാത്തൊരു പ്രശ്നമായി തുടരുന്നതിന്റെ സാഹചര്യവും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഈ രണ്ട് പ്രസ്താവനകൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഈ ജാഥയ്ക്ക്. അതോടൊപ്പം UDF-ലെ ഘടകകക്ഷികൾക്ക് ഈ വി.ഡി. സതീശൻ നയിക്കുന്ന ഈ ജാഥയോട് മറ്റ് പ്രത്യേക ഒരു താല്പര്യമൊന്നും ഇല്ലാത്തതും വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് ഈ യാത്രയെ മാറ്റി. ഏതാനും കോർണർ യോഗങ്ങൾ മാത്രമായി വി.ഡി. സതീശന്റെ യോഗം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നിലമ്പൂരിലേക്ക് ആ യാത്ര എത്തുന്നു. അവിടെ PV അൻവറുമായി സഹകരിച്ചാണ് ഈ യാത്രയ്ക്ക് ആളെ കൂട്ടുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും ആ വിധത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ യാത്ര നിറം മങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. ആ സമരത്തിന്റെ കാതലായ ആവശ്യങ്ങൾ തന്നെ ഇല്ലാതെയാണ് ആ സമരയാത്ര മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ജാഥയിൽ, മലയോര സംരക്ഷണ ജാഥയിൽ ആളില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ജനത്തെ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ആ ജാഥയുടെ ഭാഗമായി വരുന്നില്ല എന്നാണ്.